ആഢ്യൻപാറ വെള്ളച്ചാട്ടം കാണാൻ പോയപ്പോൾ അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, നമ്പൂരി പൊട്ടി. അപ്പം ഞാൻ എന്നെ പഠിപ്പിച്ച നമ്പൂരി സാർക്ക് അവിടെ നിന്നൊരു സെൽഫി ഒക്കെ എടുത്തിട്ട് അയച്ചു കൊടുത്തു, സാറേ ഇങ്ങനെയൊരു സ്ഥലം ഉണ്ടെന്ന്. പക്ഷെ അതിനു മുമ്പ് ഞാൻ പലരോടും പറഞ്ഞു ആഢ്യൻപാറ നമ്പൂരി പൊട്ടി എന്നൊരു സ്ഥലം ഉണ്ടെന്ന്. ആരും വിശ്വസിക്കുന്നില്ല. അപ്പോൾ എല്ലാത്തിനും എവിഡൻസ് വേണമല്ലോ. ഇതാണ് കാറ്റുകുന്ന്. നിങ്ങൾക്ക് വീഡിയോയിൽ ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല, നല്ല കാറ്റാണ്. അപ്പോൾ ഓരോ സ്ഥലപ്പേരിന് പിന്നിലും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതാണ് കാറ്റുകുന്ന്. നന്നായി ഈ മലഞ്ചെരുവുകളിൽ കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വടി എന്തിനാണെന്നറിയോ? ആന വന്ന ഇടത്തിയാന വലത്തിയാന എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണേ, വേറൊന്നിനല്ല. പിന്നെ കുട്ടിക്കാലത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത പുഴയിൽ ആനയെ കുളിപ്പിച്ച് ഇല്ലിയിൽ തളച്ചിടുമായിരുന്നു. അപ്പോൾ പേര് മറന്നുപോയി. ഒരു ആനപ്പാപ്പാൻ ഉണ്ടായിരുന്നു. ആനപ്പാപ്പാന് ആ നാട്ടിലെ ഒരു ചേച്ചിയോട് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ മെസ്സേജ് പാസ് ചെയ്യാൻ എന്നെയാണ് പറഞ്ഞു വിടുക. അപ്പോൾ അതിന് പകരമായിട്ട് എന്നെ ഇങ്ങനെ ആനപ്പുറത്ത് കയറ്റും. അപ്പോൾ ആനയുടെ ചെവിയുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ കാലിൻ്റെ വിരലമർത്തിയ ആന ലെഫ്റ്റിലേക്ക് തിരിയും, വലതുവശത്ത് വിരലമർത്തിയ ആ ചെവിൻ്റെ അവിടെ അമർത്തിയ വലതുവശത്തേക്ക് തിരിയും. രണ്ടിടത്തും ഒരുപോലെ പ്രസ് ചെയ്താൽ ആന നേരെ പോകും. അങ്ങനെയൊക്കെ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആനകൾ അങ്ങനെയാണോ ചെയ്യുന്നതെന്നൊന്നും അറിയില്ല. കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയാണ്, തള്ളല്ല. ബി ഹാപ്പി. ഇതിൻ്റെ മേലെ കയറട്ടെ.